നമ്മുടെ ചിത്രം ഒരുമ്പെട്ടവൻ തിയേറ്ററിലേക്ക് എത്താണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു ചിത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2 ലെജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, ലെജൻസ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ചേട്ടനും ജാഫ്രിക്കൊക്കെ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ ഈ പേരിൽ തന്നെ ഉണ്ട്, അതിനകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ടല്ലേ, ഒരുമ്പെട്ട് ഇറങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കാര്യത്തില് എന്താണ് ആ കാര്യം എന്നറിയാനായിട്ട് നമ്മൾ 3-ാം തീയതി വരെ കാത്തിരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. മീഡിയ പേഴ്സൺസ് ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. ഇന്നും ഒത്തിരിയേറെ വർക്കുകളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും നിങ്ങളിങ്ങനെ പ്രൊമോഷൻ ഷൂട്ടിനും അതുപോലെ പ്രസ് മീറ്റിനും ഒക്കെ വന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മളുടെ ചിത്രത്തിൽ അഭിനയിച്ചവരും അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ കം പ്രൊഡ്യൂസർ കം കോ റൈറ്റർ സുധീർ സാറാണ്. അപ്പോൾ ദക്ഷിണകാശി പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഇത് ചിത്രം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെയുണ്ട്, താരങ്ങളുണ്ട്. എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ജാഫ്രിക്ക ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പിന് ഞാൻ കൈമാറട്ടെ. അല്ല, മെയിൻ ആൾക്ക് തട്ടെ. ഡയറക്ടറെ മൈക്കുണ്ട്. ഓക്കെ, ഞാൻ സുജീഷ്, കോട്ടയം സ്വദേശം. ഈ സിനിമയുടെ ഡയറക്ടർ, അതുപോലെ തിരക്കഥ, കഥ, പ്രൊഡ്യൂസർ 3 കൈകാര്യം ചെയ്യുന്നുണ്ട്. വളരെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് തന്നെ പറയാം. എൻ്റെ മോൾ കാശ്മീര, അതുപോലെ ജാഫ്രിക്ക, ഇവരൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു മീറ്റിംഗ് വെച്ചാണ് ഈ പടത്തിൻ്റെ ഉത്സവം. മോൾക്ക് വേണ്ടി ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോവുകയും ആ ലൊക്കേഷനിൽ വെച്ച് ജാഫ്രിക്കയെ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടുകയും അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുകയും അങ്ങനെ ജാഫ്രിക്കയുടെ കൂടെ അഭിനയിച്ച മോളെ പറ്റി എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ മോളുടെ കഴിവ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടി എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്ന് ഒരുമ്പെട്ടവൻ സിനിമ ആയിട്ട് മാറിയിരിക്കുന്നത്. ഒത്തിരി ഒരു 1.5 വർഷത്തെ പുറകിലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സിനിമ ഇപ്പോൾ ജനുവരി 3 റിലീസിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ടീം മൊത്തം, ഇതിനകത്ത് ആബ്സെൻ്റായ കുറച്ച് ആൾക്കാരുമുണ്ട്. ഈ ടീം മൊത്തം അവരുടെ എല്ലാ നല്ല മനസ്സും നല്ല കഴിവുകളും എല്ലാം ഒരേപോലെ ഉപയോഗിച്ചിട്ടാണ് ഈ പടം ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ജാഫ്രിക്കയുടെ ഞാൻ തമ്മിലുള്ള മീറ്റിംഗ് തുടങ്ങി ഇന്ന് വരെ അദ്ദേഹവും വളരെ മനോഹരമായിട്ട് എൻ്റെ കൂടെ നിന്നു. അതുപോലെ ഇന്ദ്രൻ സണ്ണൻ വളരെ നല്ലൊരു ഭാഗം വൃത്തിയായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നു. ഈ ക്രൂ മെമ്പേഴ്സിന് ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ദക്ഷിണ എൻ്റെ മൂത്ത മോളാണ്. ഒരു ചെറിയ വേഷം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഗോപിനാഥ് പറഞ്ഞാൽ എൻ്റെ കോ റൈറ്ററാണ്. എൻ്റെ മനസ്സിലൊരു കഥ വന്നു. ആ കഥ ആദ്യം ഞാൻ ജാഫ്രിക്കയായിട്ട് ഷെയർ ചെയ്തു. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയത്. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ജാഫ്രിക്ക പറഞ്ഞു, സുജീഷ് ഇത് ഷോർട്ട് ഫിലിം അല്ല, ഷോർട്ട് ഫിലിം നിൽക്കില്ല, ഇത് വളരെ മനോഹരമായ ഒരു സിനിമയാക്കി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞാനും നമ്മുടെ കോ റൈറ്ററുമായ ഗോപിനാഥ് പാഞ്ഞാളുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ സ്ക്രിപ്റ്റ് എഴുതി. വളരെ മനോഹരമായിട്ട് ആ സ്ക്രിപ്റ്റ് ഇപ്പോൾ സിനിമയായിരിക്കുകയാണ്. ഇത് കാശ്മീര ഈ ചിത്രത്തിലെ മെയിൻ റോള് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതും ഒരു 10 വയസ്സുകാരി ചെയ്യാവുന്നതിൻ്റെ നല്ലൊരു ഭാഗം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ആക്റ്റീവായി എല്ലാ സാഹചര്യങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ ഡയാന എടുത്തു പറയേണ്ട ആവശ്യമാണ് കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മളുടെ ഒരു
കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്നത് തൊട്ട് ഒരു വീട്ടിൽ നടക്കുന്ന പശ്ചാത്തലങ്ങളെല്ലാം അത് കറക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അതേപോലെ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം കഥ പറയില്ല, ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ ജാഫർ ഖാൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഒരു ആക്രിക്കാരനാണ്. അദ്ദേഹത്തിനെ അസ്പെക്ട് ചെയ്യുന്നില്ല. ചേട്ടനല്ല സുധീഷ് ചേട്ടനാണ് ഡയാനയുടെ ഹസ്ബൻഡ്. അദ്ദേഹത്തിൻ്റെ ചേട്ടനായിട്ടാണ് നമ്മുടെ ജാഫർ ഖാൻ. അദ്ദേഹം ആക്രി വർക്ക് നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ സുധീഷ് ചേട്ടന് സ്നേഹമുണ്ടെങ്കിലും ആ സ്നേഹത്തിനെ അംഗീകരിക്കാതെ ഒരു ആക്രിക്കാരനെ വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കുടുംബിനി എന്ന നിലയിൽ അവരുടെ ഇമേജിന് കോട്ടം തെറ്റുന്ന ഒരാളെന്ന നിലയിൽ അകത്തി നിർത്തുന്ന ആ ഒരു ഭാഗം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഒരു കുശുമ്പും എല്ലാം കൂടി തികഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗം വളരെ വൃത്തിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അഭിനയിക്കുന്നു മനസ്സിലാകുന്നില്ല. അതുപോലെ ജാഫർ ഖാൻ ഈ സിനിമയുടെ നട്ടല്ലെന്ന് തന്നെ പറയും. കാരണം സിനിമ തുടങ്ങുന്നതിന് മുമ്പും സിനിമ കഴിഞ്ഞും ഇന്ന് വരെ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം ഞങ്ങൾക്കടക്കം ഭക്ഷണം വരെ വെച്ച് തരുന്നു. അതുപോലെ 4-5 ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന് വളരെ നല്ലൊരു സഹായമാണ് അദ്ദേഹം ചെയ്തത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ജയരാജേട്ടൻ വളരെ മനോഹരമായൊരു കഥാപാത്രം ചെയ്തു. ഒരു ചായക്കടക്കാരൻ എന്നുള്ള കഥാപാത്രം വളരെ, അതുപോലെ ഇന്ദ്രൻസന്റെ കൂട്ടുകാരൻ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ട് തന്നെ തന്മയത്തോടെ തന്നെ ചെയ്തിരിക്കുന്നു. അതുപോലെ സൗമ്യ മാവേലിക്കര ഇതിന് ഏറ്റവും ആപ്റ്റായ ഒരാളെന്ന് തന്നെ പറയാം. കാരണം ഒരു താഴേക്കിടയിലുള്ള ഒരു കുറേ ആൾക്കാർ ജീവിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു വീട്ടമ്മ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ല ആ ഇടയിൽ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത്, അത് അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്ന സാധനം വരച്ചു വെച്ച പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഉണ്ണിച്ചേട്ടനും എൻ്റെ വീട്ടിൽ വന്ന് ആദ്യം എന്നെ പരിചയപ്പെടുത്തി ഞാൻ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് അദ്ദേഹത്തെ നിങ്ങൾ പരിചയപ്പെടുന്നത്. മ്യൂസിക് ഡയറക്ടർ ആണെങ്കിൽ ഞാൻ ഓർത്ത് സ്റ്റണ്ട് മാഷാണെന്ന് ആദ്യം വിചാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ 2 പാട്ട് കേട്ടപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് വളരെ നല്ല കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പോൾ സംഗീതമായിട്ട് വളരെ, അതുപോലെ അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായ വേറൊരു തലത്തിൽ തന്നെ മലയാള സിനിമയിൽ വലിയൊരു തലത്തിലോട്ട് അദ്ദേഹം എത്തും ഉറപ്പാണ്. കാരണം കുറേ നാളായിട്ട് പല സ്ഥലത്തും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു അവസരം കൊടുത്തപ്പോൾ തന്നെ അർമാതി ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിനോദ് ബോസ് വളരെ മനോഹരമായ രസയുടെ വേഷം വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വളരെ പറയാൻ പറ്റും. അതുപോലെ നമ്മുടെ നമുക്കായിട്ട് പോയി എന്തറിയപ്പെടുന്നത് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നു പറഞ്ഞ് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് സാധാരണ നമ്മൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് ഡയലോഗുള്ള ഇത് വേണം, ഡയലോഗുള്ള ഇത് വേണം. ഇദ്ദേഹത്തിന് പറയുമ്പോൾ അവിടെ എനിക്ക് ഡയലോഗുള്ള വേണ്ട, എനിക്ക് ഡയലോഗുള്ള വേണ്ട, എനിക്ക് ഡയലോഗുള്ള വേണ്ടതേ പറയുന്നു. എന്നിട്ടും ചെയ്ത ഭാഗം പക്ഷെ പേടിച്ചാണ് ചെയ്തതെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പേടിച്ചു പോയി. അദ്ദേഹത്തിന് ചെറിയ പേടി, ഞങ്ങളൊക്കെ പേടിയുള്ള ആൾക്കാരാണ്. പക്ഷെ ആ പേടിച്ച് ചെയ്തത് സാധനം തന്നെ വളരെ നന്നായിട്ട് ആ പ്രസൻസ് ഒരു എസ് ഐ വന്നിറങ്ങി നിൽക്കുന്ന ആ ഒരു ഇത് അത് കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ വളരെ ആരും പറയും. ഞാൻ പറഞ്ഞുകൊണ്ട് പറയും പേടിച്ചതാണ്, പക്ഷെ പേടിച്ച് ചെയ്താന്ന് ഒരിക്കലും പറയില്ല. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാവരും സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 സെറ്റോളം ഇട്ടിട്ടുണ്ട്. ഒന്ന് ജാഫർക്കയുടെ വീട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ഒരു ചേരിയിലെ ഒരു വീട്, ജാഫർക്കയുടെ കഥാപാത്രം അതാണ്. കാരണം ഒരു പൈന്റിന് വേണ്ടി ആക്രി പെറുക്കി ജീവിക്കുന്ന ഒരാളാണ്. പൈന്റിന്റെ പൈസ കിട്ടുമ്പോൾ പണി നിർത്തും. അതുകൊണ്ട് വീടോ കൂടോ ഒന്നും പ്രശ്നമല്ല. മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഹൈ സ്റ്റാൻഡേർഡിലോട്ട് പോകുന്നുണ്ട്. ആ ഒരു വേരിയേഷനും വളരെ, ആ ഒരു ക്യാരക്ടറിന്റെ വേരിയേഷനും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു സെറ്റിലുമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അതുപോലെ ഇന്ദ്രൻസന്റെ ആല, അത് വളരെ മനോഹരമായ ഒരു സെറ്റ് വർക്കിലൂടെ ചെയ്തു. അത് ഇവിടെ ആർട്ടാണ്, ഇവിടെ ഇല്ല. ജീവൻ വളരെ മനോഹരമായ ആർട്ട് ചെയ്തു. കാരണം ഒരു ഒറ്റ ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ഒരു പഴയ വീട് പുതിയ വീട്ടിലോട്ട് മാറ്റായിരുന്നു. അതൊക്കെ വളരെ തന്മയത്തോട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുകേഷ് ഏട്ടൻ
കൺട്രോളർ, എല്ലാവരും വളരെ, ഈ കൂട്ടായ്മയെല്ലാം എനിക്ക് ഒരാളെ തള്ളി പറയേണ്ടി വന്നിട്ടില്ല. എല്ലാവരും നന്നായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ച അപ്പുറത്ത് എൻ്റെ കൂടെ നിന്ന് വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു. മഞ്ജു, നമുക്ക് ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് നമുക്ക് മാറുന്നത് കേട്ടോ. ഓരോരുത്തരും പോട്ടെ അല്ലേ? ആര് പറഞ്ഞ? എൻ്റെ പേര് ജയരാജ്. ഞാനിതിനകത്തെ ചായക്കടക്കാരൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്ത 90% സിനിമകളിലും ചായക്കടക്കാരൻ തന്നെയായിരുന്നു. ഇതിനകത്ത് ഒരു ചായക്കടക്കാരൻ തന്നെയാണ്. പിന്നെ ഈ ഒരുമ്പെട്ടുള്ള പടം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമ്പെട്ട് ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. മാഡം പറഞ്ഞ മാതിരി നിങ്ങളെ ക്യാമറ കണ്ണുകൂടെ വേണം പ്രേക്ഷകരിലേക്ക് ഞങ്ങളെ എത്തിക്കാൻ. അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ ബൈക്ക് അങ്ങനെ അപ്പൊ ഞാൻ എല്ലാവർക്കും മനസ്സിലായി ഇത് ജാഫ്രിക്കയാണെന്നുള്ളത് ഒരുമ്പെട്ടവൻ അല്ലേ? അല്ല, അങ്ങനെ ഒരുമ്പെട്ടവൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഒരിക്കലും പറയാം. ഇതിനകത്ത് അങ്ങനെയല്ല ഇതിന്റെ കൂട്ട് പോകുന്നത്. ഇതിനകത്ത് ഒരുമ്പെട്ടവൻ ആരാന്ന് സിനിമ കാണുമ്പോഴറിയാം. അതല്ലേ ഈ പേരിനാണ് നിങ്ങൾ ചോദിച്ച എല്ലാവരോടും പറഞ്ഞു ഒരുമ്പെട്ടവനുണ്ടാ ഒരുമ്പെട്ടവനുണ്ടാ ഒരുമ്പെട്ടവൻ. അപ്പൊ അങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ പോയില്ലേ. അപ്പൊ ഒരുമ്പെട്ടവനുണ്ടാ സിനിമ ഇറങ്ങുമ്പോൾ നമുക്ക് കണ്ടിട്ട് ഒരുമ്പെട്ടവൻ്റെ ഇതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ അതാണ് ഒരുമ്പെട്ടവൻ. ഒരുമ്പെട്ടവൻ്റെ അർത്ഥം മനസ്സിലായാൽ മതി എല്ലാവർക്കും. എല്ലാം നമ്മൾ പറഞ്ഞില്ലേ, എല്ലാം ചെയ്ത് അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സാഹചര്യവശാലൊക്കെ ഒരുപ്പെട്ടവർ കൂടെ ഞാനിന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വലിയൊരു സംഭവമാണ്. അതിനകത്ത് ആരാണിത് ഒരുപ്പെട്ടേക്കണം എന്നുള്ള കാര്യം 3-ാം തീയതി കഴിയുമ്പോൾ അറിയാം. 3-ാം തീയതിക്ക് അറിയാം. അതൊക്കെ പൊതുവേ നമ്മൾ റിയൽ ലൈഫിൽ ഒരുമ്പെട്ടവൾ എന്നുള്ളൊരു പദമാണ് ഉപയോഗിക്കുന്നത്. ഒരുമ്പെട്ടവൻ അങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമയിൽ അപ്പം അതിന് എത്രത്തോളം പ്രാധാന്യം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരുപ്പെട്ടവനാണായിരിക്കും പെൺസൈഡിലേക്ക് പോകുന്നില്ല. ഒരുപ്പെട്ടവൻ നമ്മൾ പേര് വിട്ടിട്ടില്ല, ഒരുപ്പെട്ടവൻ. അപ്പം ഇതിനകത്തുള്ള സ്ത്രീ ആ കുട്ടിയോ അപ്പനോ ഒന്നുമല്ല, ഒരാളായിരിക്കും ഇതിനകത്ത് ഒരുപ്പെട്ട. ചിലപ്പോൾ ഇദ്ദേഹമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ മാമുഖേക്കാണ് മോനായിരിക്കും, അല്ലെങ്കിൽ ബോസ് വിനോദ് ബോസായിരിക്കാം. അതിന് ഇവിടെ പറ്റില്ല. പിന്നെ ഞാനായിരിക്കാം, പിന്നെ അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇതിനകത്ത് വരാത്തയാളുണ്ട്, ജോലി ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കോഴിക്കോട് സുധീഷ് സാറുണ്ട്, പിന്നെ ഇങ്ങനെയുണ്ട്, ഇന്ത്യൻസേനുണ്ട്. ഇതിലാരെന്നുള്ള അപ്പോൾ ഇത് ഒരു ക്രൈം ജോണറാണോ? എന്ത് ജോണറിലാണ് ഈ പടം വരുന്നത്? ക്രൈമുണ്ട്, നല്ല ഇൻവെസ്റ്റിഗേഷനുണ്ട്, നല്ല ഗാനങ്ങളുണ്ട്, നല്ല പശ്ചാത്തലമുണ്ട്, നല്ല രസകരമാണ് കാണാനൊക്കെ ആയിട്ട്. നമ്മൾ എടുത്തു വെച്ചേക്കാം ഫോട്ടോഗ്രാഫിയൊക്കെ. അതൊക്കെ കാണുമ്പോൾ പറയാം. അതിലിപ്പോൾ വേറെ ആൾക്കാരുടെ ജഡ്ജ്മെൻ്റ് ഒന്നും വേണ്ട. നമുക്കിപ്പോൾ സിനിമയിലൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ഫ്രെയിം കണ്ടു കഴിയുമ്പോൾ നല്ലതാണെന്ന് നമുക്ക് തന്നെ അറിയുന്നുണ്ട്. ആ ഭാഗമൊക്കെ ക്ലിയറാക്കി നമുക്ക് പറയാം. എല്ലാം ഉള്ളത്, എല്ലാം ഉള്ള, എല്ലാം നമ്മൾ ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ്. അത്യാവശ്യം കോമഡി ഉണ്ട്, എനിക്കുണ്ട്. പൊതുവായിട്ടൊരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അത് പ്രശ്നം. ഡയാന ഇപ്പം തുടക്കം ഡയറക്ടർ ഡയാനയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഡയാനയുടെ അഭിനയം കണ്ടിട്ട് എങ്ങനെ അഭിനയിച്ചു എന്ന് അത്ഭുതപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ അന്നേരം എന്താ തോന്നിയത്? അതേപോലെ സിനിമയിൽ ഡയാനയുടെ കഥാപാത്രം എങ്ങനെയാണ് ചെയ്തത്? സത്യം പറഞ്ഞാൽ അങ്ങനെ പറയണമെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ച്. അങ്ങനെയല്ല, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ധന്യ രമേശൻ എന്നാണ്. ഇതിൽ രമേശൻ എന്നുള്ള ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സുധീഷേട്ടൻ. അപ്പം ഞങ്ങളുടെ മകളായിട്ടാണ് കശ്മീര അഭിനയിച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് പൊതുവെ റോൾസ്, ഇതുപോലുള്ള റോൾസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഭാര്യയാണെങ്കിൽ കൂടി, എന്താ അമ്മയാണെങ്കിൽ കൂടി കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മകൾ എല്ലാ രീതിയിലും സ്കൂളിൽ
കൾച്ചറൽ ആക്ടിവിറ്റീസിലായിക്കോട്ടെ പഠിത്തത്തിലായിക്കോട്ടെ മുന്നോട്ട് വരണം എന്നൊക്കെ അമിതമായി ആഗ്രഹിക്കുന്ന, അതിന് വേണ്ടി മോളെ ഇങ്ങനെ ഭർത്താവിനോടൊക്കെ പറഞ്ഞു മോളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കൊക്കെ പറഞ്ഞൊരു പുഷ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ കുറച്ചൊരു ഹോട്ടി ലേഡി, ഒരു വൈഫായിട്ടാണ് വരുന്നത്. അപ്പോൾ അതായിരിക്കും സാറ് പറഞ്ഞത്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഹെൽപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത സീരിയൽ ആളൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗൈഡൻസോട് കൂടി മാക്സിമം പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഐ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ അതാണ് സാറ് പറഞ്ഞത്. ഇതിൽ ഇപ്പം ജാഫ്രിക്ക് പറഞ്ഞതുപോലെ ഇതിൽ ക്രൈമുണ്ട്, ഒരു ഫാമിലി പശ്ചാത്തലത്തിൽ പോകുന്ന കഥയുണ്ട്, നല്ല പാട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു മൂവിയാണ്. എൻ്റർടൈൻമെൻറ്റ്സിലെ എല്ലാ എലമെൻസും വന്നു ചേർന്നിരിക്കുന്ന ഒരു പടമാണ്. ഒരു സിംഗിൾ ജോണറായിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ഈസ് എവരിതിങ്. സൗമ്യ ചേച്ചി ഇപ്പം രണ്ടാമത്തെ സിനിമയാണ്. ഇപ്പം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളത് റീൽസിലൂടെയാണ്. അപ്പം റീൽസിൽ കണ്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ പറ്റുമോ? എങ്ങനെയാണ് ക്യാരക്ടർ? അത്രയ്ക്ക് വലിയ എക്സ്പ്രഷനൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഒരു സാധാരണ ഒരു വീട്ടമ്മ, അപ്പം ഒരു എന്താ പറയുക, സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു വീട്ടമ്മയുടെ റോള് ചെയ്തു. എന്താ പറയുക, അതിൽ നമ്മുടെ അയ്യൂബ് ബച്ചൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ല സന്തോഷം. വലിയ ഹൈപ്പിൽ വരുന്ന മൂവികളാണ് ഇപ്പോൾ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ മാർക്കോടെ കൂടെ ഇറങ്ങിയ ചെറിയ പടങ്ങളൊന്നും അധികം ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഇപ്പോൾ റിലീസിനെ ബാധിക്കുന്നു വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ കൊള്ളു. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന പടമെല്ലാം വിജയിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മാർക്കോ കേൾക്കോ ഒന്നല്ലല്ലോ നമ്മുടെ വിഷയം. മാർക്കോ അതിൻ്റെ രീതിയിൽ അത് വിജയിച്ചു, അതിൻ്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു പോണേ, മറ്റേ ഈ പടവും വിജയിക്കണേ, ഞങ്ങളുടെ പടവും വിജയിക്കണേ, എല്ലാ പടവും വിജയിക്കണേ. പോലും നിങ്ങളെ ഈ തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. ഇത് നശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത് വിജയിക്കണം അതിനകത്ത് അതിറങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതിറങ്ങിയെന്ന് പറഞ്ഞാൽ ആ പടം ഇറങ്ങി, അപ്പോൾ അത് മേടിച്ച് അത് നമ്മൾ വിജയിക്കുകയല്ല. അപ്പോൾ നമുക്ക് 2 മാസം ഒന്ന് മാറ്റാം. ആ 2 മാസം കഴിഞ്ഞ് മാറ്റുമ്പോൾ വേറെ ഇതിലും വലിയൊരു പടം വന്നാലും അപ്പോൾ ഈ പുള്ളി മാറ്റിക്കൊണ്ടിരുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇത് ചേച്ചിക്കുന്ന സമയത്ത് അത് ഇറങ്ങും. നമ്മൾ ജനങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട്, നിങ്ങളോട് അപേക്ഷിക്കേണ്ട, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിജയിക്കാൻ വേണ്ടി. അതേ ഉള്ളൂ. അങ്ങനെയല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വേറെ പടം ഇറങ്ങിയെന്ന് പറഞ്ഞ് ഭീഷണിയും മറ്റേ നമുക്ക് തന്നെ ഉണ്ടായ സിനിമ പലപ്പോഴും അല്ല അങ്ങനെയൊക്കെ ചുമ്മാ പറയുന്നത്. പടം നല്ലതാണ് കാണുന്നത്, പടം നല്ലതായിരിക്കും. ഈ ഇറങ്ങുന്ന ഒരാൾ കണ്ടിട്ട് അങ്ങനെയല്ലേ, അല്ലാതെ നമ്മൾ ഒരു കണ്ണടച്ച് പിടിച്ചേച്ച് ആ പടം കൊള്ളാവോ, ആ പടം നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഔട്ടെടുത്ത് കൊടുത്തേച്ച് മറ്റുള്ളവർ പബ്ലിസിറ്റി വരും. ആരെയും കാണും, കണ്ടു കഴിഞ്ഞിട്ട് മോനോട് ഒന്ന് പറയുന്നു ആ പടം കൊള്ളാൻ കേട്ടോ, അപ്പോൾ മോനൊന്ന് കാണാൻ തയ്യാറാവും, മോൻ 2 പേരോട് പറയുന്നു. അങ്ങനെയല്ലേ പബ്ലിസിറ്റി പോകുന്നത്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ ഇല്ലേ, പടം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അന്നേരം പറയില്ല, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക. കൊള്ളാവുന്ന പടത്തിന് കൊള്ളില്ല എന്ന് നിങ്ങളാക്കരുത്, കൊള്ളില്ലാത്ത പടത്തിന് കൊള്ളാവുന്നതാക്കരുത്. അവിടെ കാണിക്കുന്ന മാധ്യമപ്രവർത്തനം അങ്ങനെയായിരിക്കണം, കറക്റ്റായിരിക്കണം. ഇല്ലേ, അതിനൊക്കെ വിമർശനം ദൂരം ഉണ്ടായത് പലരും കയറി അതിനെ കൊള്ളില്ലാത്ത എന്നൊക്കെ പറയട്ടെ. നല്ലതെന്ന് തന്നെ പറയണം. നല്ലതാണ് ചെയ്തു വെച്ചാൽ നമുക്കൊരു ബോധ്യമുണ്ട്, അത് സമർപ്പിക്കുക. അപ്പോൾ നിങ്ങളെപ്പോലുള്ളൊരു വിമർശനം വരുവാണെങ്കിൽ വിമർശിച്ചുകൂടെ ചെയ്തേക്കണം. അതേ ഉള്ളൂ. പേടിയൊന്നുമില്ല, എന്തിനാ പേടിക്കില്ല. സ്റ്റാർ മെറ്റീരിയൽ, സാറ്റലൈറ്റ് വാല്യൂ, അതൊക്കെ ഒരു പടത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഏതാണ് സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ? അയ്യോ, അതൊന്നും പറയാൻ എനിക്ക് അറിയാമല്ല. സാറ്റലൈറ്റ് വാല്യൂ, സ്റ്റാർ വാല്യൂ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത്. നമ്മളെ വിളിച്ചു ഒരു 5 ദിവസം വിളിച്ചു, 10 ദിവസം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് ആദ്യം തന്നെ അവരോട് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടോ, സ്റ്റാർ വാല്യൂ ഉണ്ടോ, ഞാൻ തിരക്കാറില്ല. ഞാൻ ചില്ലറ മേടിക്കും, എൻ്റെ വീട്ടിൽ കൊണ്ടായി മേടിക്കും. ആ പരിപാടിയാണ് അത്. എൻ്റെ ആധികാരികത അവിടെ അറിയാം. അത് പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ടി വരും. സിനിമയെ സംബന്ധിച്ച് അവരോട് ചോദിച്ചു. അങ്ങനെ ചോദ്യമൊക്കെ അടിപൊളി ചോദ്യമാണ്. ഇത് നല്ല സ്റ്റൈലായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറിയെ സംബന്ധിച്ച് മലയാള സിനിമയിൽ ഇവർ 2 പേരുമാണ് ഇതിന് ആക്ട്. ആ സ്റ്റോറി അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഇന്ദ്രൻ സേനും ജാഫർക്ക് മാത്രമേ അതിൻ്റെ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുള്ളൂ.
എൻ്റെ കാസ്റ്റിംഗ് ഇതാണ്, ആ സ്റ്റോറിക്ക് അനുയോജ്യമായ ഒരു കാസ്റ്റിംഗ് ചെയ്തത്. ഇവരല്ലാതെ വേറെ ആരും ചെയ്താലും അത് അത്രയും എത്തില്ല. എൻ്റെ ഇവരുടെ ഷേപ്പും ഇവരുടെ പ്രായവും ഇവരുടെ എല്ലാം അത് ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ കാസ്റ്റ് ചെയ്തത്. ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻസേട്ടനും ഞാൻ ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളാണ് മറ്റുള്ള സപ്പോർട്ടിങ് ശിഖരം വേണമല്ലോ, അല്ലെങ്കിൽ മരം നിലനിൽക്കുള്ളൂ. അങ്ങനെയുള്ളൂ. അതിനകത്ത് ഏത് പടം എടുത്താൽ അങ്ങനെയാണ്. ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നായകൻ, നായിക, വില്ലൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ ശിഖരമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോഴാണ് ചായ എടുത്തതിൻ്റെ പിള്ളേർ നന്നായിട്ട് ചായ കൊണ്ടെത്തുന്നതിന് ഈ പടത്തിന് വാങ്ങി പ്രൊഡക്ഷൻ പോയി എല്ലാം കൂടെ കൂടുകെട്ടി മറിയുന്ന എൻ്റെ സിനിമ. അതിനകത്ത് എന്താ പറയുക, എന്തെങ്കിലും വിവേചനം ഉണ്ടോ? എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് ഇത് വലുതാവണം. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് കൂടെ പോയിക്കൊണ്ട് സഞ്ചരിക്കാനേ. അതേപോലെ നമ്മുടെ ഇന്ദ്രൻസേട്ടൻ ഇപ്പൊ സൂര്യയുടെ കൂടെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യ 45-ലാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഇതിന് വരാതില്ല. അവിടെ വരാൻ എന്തായാലും നിവൃത്തി വേണ്ടേ? നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നു എന്നുവെച്ചാൽ ഈ ഒരു സമയത്തിൽ വന്നിട്ട് 2 ദിവസം കുട്ടികളെ പോകും. അവിടെ ഒന്നും അത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. പക്ഷേ സന്തോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അന്യ സംസ്ഥാനം പണം ചെയ്യുന്നു, വലിയ ഒരാളുടെ കൂടെ സിനിമ ചെയ്യുന്നു. അപ്പം അതിനുള്ള സന്തോഷമുണ്ട്. ഈ ദുഃഖം അവിടെ ഞങ്ങൾ സന്തോഷിച്ചിരുന്നു. തമിഴ് ഫിലിം ഇൻഡസ്ട്രീനൊക്കെ അപ്രോച്ച് ചെയ്യാറുണ്ട്. ഞാൻ തമിഴ് സിനിമ എന്ത് ചെയ്തു നീ കണ്ടില്ലേ? ഞാൻ നയൻതാരയുടെ കൂടെ പടം ചെയ്തിട്ടിരിക്കാനോട് അതിന് അപ്രോച്ച് ചെയ്യില്ലേ? ഞാൻ അപ്രോച്ച് ചെയ്ത പടം പറയണോ? വലിയ പടമാണ് ഓക്സിജൻ. കൊറോണ സമയത്ത് നീ ഉണ്ടോ? അപ്പോൾ അതങ്ങനെ. പിന്നെ അത് കൂടാതെ ഇപ്പോൾ 3-4 അപ്രോച്ച് നടന്നിട്ട് നമ്മൾ ഇവിടെ അപ്രോച്ച് കൂടുതലായതുകൊണ്ട് അതെടുക്കാൻ പറ്റാതെ നമ്മളങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുക. അതാണ് സംഭവം. നീ അറിയാതെ ചോദിച്ചു. ഇനി എന്നെ ഇനി നിസാർക്കാക്കി മൈക്ക് കൊടുക്കും. നിസാർക്ക ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. നീ ചോദിച്ചാൽ ചിലപ്പോൾ ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞു. നമുക്ക് സാറിന്റെ മകനാണ്. ഇപ്പൊ സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മാർക്കോ ആണെങ്കിലും ഉണ്ണിമുന്തൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നു. ഇപ്പം ചേട്ടൻ ഓൾറെഡി ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ പുതിയതായിട്ട് വീണ്ടും സിനിമയിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് നേരിടാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഇത് വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കോ? പുതിയതായിട്ട് വരുന്ന ആളുകൾ ഇന്നലെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് നേരത്തെ, അത് ഈ തല്ലിപ്പൊളി മതവികാരുണ്ട്. മമ്മൂക്കന്റെ പടം വരുമ്പോ അതിന്റെ മൈമൂട്ടി എന്നൊക്കെ പറയുമ്പോൾ മമ്മൂട്ടി കളിയൊക്കെ ഉണ്ണിമുകുന്ദനെ പറ്റി പറഞ്ഞൊരു സാധനം ഇപ്പോ ഈ സിനിമ വന്നപ്പോ നല്ല പടം മാർക്കോ നല്ല പടം എല്ലാരും പറയുമ്പോൾ അതില് കമന്റ് എന്ത് വരുന്നുണ്ട്, അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയം ഉണ്ട് അതിന്റെ വെക്കില്, അത് ചെയ്യാൻ പാടില്ല. ഒരു 10-200 പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യുന്ന ഒരു സംഭവം ഒരു സിനിമ തന്നെ. ഒരു 10-200 മേലെ കുടുംബം ജീവിക്കും. ഈ പ്രൊഡ്യൂസർക്ക് 10 രൂപ തിരിച്ചു കിട്ടിയാൽ അയാൾ വീണ്ടും പടർത്തുമ്പോൾ ആദ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ കണ്ട തല്ലിപ്പൊളി കൂറകൾ ഇടുന്ന മെസ്സേജുകളൊക്കെ ഉണ്ടല്ലേ, ഈ കമന്റുകളൊക്കെ, അതൊക്കെ ഒരു വ്യവസായം നശിക്കണം. ഉണ്ണിമുകുന്ദനും കുറച്ച് ശ്രദ്ധിക്കണം. ഉണ്ണിമുകുന്ദന് രാഷ്ട്രീയം ഒരു കലാകാരന് രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയം പറ്റും, ഒരു ഹാർഡ് കോർ രാഷ്ട്രീയം അങ്ങനെ വിളിച്ചുകൊണ്ടൊന്നും പാടില്ല. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. എനിക്കെന്തായാലും ഇവിടെ മരിച്ച് ഇന്നെ വിളിച്ചിരുന്നു, ആർക്കും വിളിച്ചിട്ട് കാര്യമാണ്. ഉണ്ണിമുകുന്ദൻ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് തിരിച്ചിങ്ങനെ വരുന്നത്. ആ സിനിമ ഒരു സിനിമന് നശിപ്പിക്കാൻ പാടില്ല. മുകുന്ദന്റെ ക്യാരക്ടറല്ല സിനിമ. ഇഷ്ടംപോലെ കാണാൻ പോവാം, എല്ലാവരും കാണണ്ട, നല്ലതാണെങ്കിലും കാണാം, കഴിയണമെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കാം. ഇപ്പൊ ഈ സിനിമനെ പറ്റി പറയുന്നതല്ല. ഈ സിനിമ നാട് തെറ്റിച്ച ഒരു വാർത്ത ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞുപോയി. ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചതിന് ശേഷം നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും. ഒരുപാട് തവണ സംഭവിക്കും കേരളത്തിൽ. അങ്ങനെ ഒരു സന്ദേശം ഈ സിനിമയിൽ, വലിയൊരു സന്ദേശം ഈ സിനിമ കഴിഞ്ഞു പോയത് ഇനി വരുന്നു ഏകദേശം ഒരു ഉറപ്പുള്ള സാധനം. കാരണം ആ കേസിലൊക്കെ പെട്ടവരിപ്പോൾ തടിച്ചു വീർത്ത് ജയിലിൽ കിടക്കുക, ഇനിയും തടിക്കുക, ആളുകൾ നമ്മൾ ചെയ്യുകയും ചെയ്യുക. അതിനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടെന്നുള്ളത്
അങ്ങനെ സന്ദേശ സിനിമയിലുണ്ട്. പിന്നെ പറഞ്ഞില്ലേ മധുരീകരം സിനിമ. അതായത് ഇദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുമ്പ് എല്ലാ ചാനലും എല്ലാ കൊല്ലവും എപ്പോൾ വിളിച്ചാലും പറയുന്ന ഒരു വാചകമാണ്. അതിപ്പം നമ്മൾ മാറ്റിമറിക്കാൻ പറ്റിയല്ല. ഇപ്പം ഈ സിനിമയുടെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം ഒരു സിനിമ ചെയ്തു, അത് ചെയ്തതിനകത്ത് എന്താണെന്നുള്ള കാര്യം അവർ കാണുന്നതിൽ കണ്ടെത്തി. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ജാതി, മതം, ദേശം, ഭാഷ, രാഷ്ട്രീയം ഇതൊക്കെ കൂട്ടിക്കുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആൾക്കാർ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. വിവരമുള്ളവരങ്ങനെ കാണിക്കുന്നത്. അതിനകത്ത് എത്ര ആളുകൾ, ഏതൊക്കെ മതത്തിലുള്ളവർ, ഏതൊക്കെ ആൾക്കാർ, ഏത് രാഷ്ട്രീയക്കാരൊക്കെ 10-200 പേര് കൂടി ചെയ്യുന്ന, അതിനകത്ത് അവർക്കില്ലാത്ത രാഷ്ട്രീയമല്ലേ ഈ കാണുന്നവർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങളൊക്കെ സിനിമ ചെയ്യുമ്പോഴത്തേക്കും പല ചായ ഉണ്ടാക്കുന്നത് ഏതൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടാലും അയ്യോ അവനല്ല, എനിക്ക് മറ്റേ എൻ്റെ ചായ വേണം അങ്ങനെ പറയാൻ പറ്റും. അത് പറയാൻ പറ്റിയല്ല. ഒരു രാഷ്ട്രീയക്കാരൻ അവൻ മറ്റേ രാഷ്ട്രീയക്കാരനാണ്, ഇതെല്ലാം കൂടെ മേടിച്ച് ഇവൻ ഞണ്ണിയേറ്റ് കുറ്റം പറയുന്നു. അങ്ങനെ ഞണ്ണിയേറ്റ് കുറ്റം പറയുന്നത് അവിടെ പല ആൾക്കാർ കാണും, പല തൊഴിലിടമാണ്. അവിടെ നിന്ന് ഔട്ടിറങ്ങുമ്പോഴത്തേക്കും പണം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ചീഞ്ഞ വർത്താനം പറയുന്നവർ വിവരമില്ലാത്താണ്. ഉണ്ണി മൂന്നിൻ്റെ പടത്തിനകത്ത് അത് കൊണ്ടുവരണമെങ്കിൽ അത് പരസ്യമായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതാണ്. നിങ്ങളതൊന്നും വലിച്ചു നീട്ടരുത്. അതിനകത്ത് നിങ്ങൾ സത്യതയുടെ കൂടെ വയ്ക്കണം. ഇവിടെ പണം ഇറങ്ങിയിട്ട് അയാളുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ട് അതുമൊക്കെ വലിച്ചു അതൊന്നും കൊണ്ടുവരാത്ത പരിപാടിയാണ്. നല്ലത് ചിന്തിക്കുക, നല്ല പ്രവർത്തിക്കുക, അത് നന്മയുള്ളൂ. ഇപ്പോൾ ചീഞ്ഞിറങ്ങിയ കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് പറയാൻ വേണ്ടായിരുന്നു സംസാരിച്ചാലേ പണം ഇറങ്ങുന്നതിന് കുറ്റം അവിടെ രാഷ്ട്രീയക്കാർ കയറും. ഇനി എന്തെങ്കിലും ചോദിക്കാമോ? യോഗം തിരിച്ചുവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോയി പൊറോട്ട അടിച്ചിട്ടില്ല. ഇതാണ് താഴെ എന്തോ നൽകിയിട്ടുണ്ട്. അവരെ ചില താല്പര്യം തോന്നി. അപ്പം തന്നെ ഇങ്ങനെ ക്യാമറയിൽ കൊണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. ചേട്ടാ, ഇത്തരത്തിലുള്ള ഒരു പടത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സിനിമ ചെയ്യണം, മക്കളെ വെച്ച് അഭിനയിപ്പിക്കണം എന്നൊക്കെ തോന്നാനുള്ള ഒരു കാരണം. മക്കളെ വെച്ച് അഭിനയിക്കാൻ വേണ്ടിയല്ല, എനിക്കൊരു സ്റ്റോറി ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. ആ സ്റ്റോറി ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിയായിരുന്നു, ഒരു ത്രെഡ്. അപ്പോൾ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ അതിനകത്ത് ഈ ഏജിലുള്ള ആൾക്കാരും വേണം. അതുകൊണ്ടാണ് അങ്ങനെ ആയി വന്നത്. ആ ത്രെഡ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ആഫ്രിക്കയിൽ സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് ഇദ്ദേഹമായിട്ട് എഴുതി ഇതായി വന്നപ്പോൾ ആ ക്യാരക്ടറുകളിൽ 2 കുട്ടികൾ വേണം. എനിക്ക് മക്കളുള്ളപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരാളെ വേറെ എടുക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ മോള് അതിനകത്ത് അഭിനയിച്ചു. അതാണ് ഈ സൗമ്യ വധക്കേസ് ആ ഒരു രീതിയിലുള്ള കാറ്റഗറിയിലുള്ള ഒരു എന്തോന്നാണ് ഈ സിനിമ. ഈ അളികളെ കഴിക്കാൻ വേണ്ടിട്ടാ ആളിനെ വിട്ടുപിടിച്ചല്ലേ? ആ ആളിനെ ഞാൻ പറഞ്ഞില്ലേ, അത് ഞെട്ടിയൊരു സാധനം തന്നെയാണ്. ആ 3-ാം തീയതി ആ സംഭവം എന്താണെന്ന് അറിയണമെങ്കിൽ സിനിമ കാണണം. 3-ാം തീയതി വരെ വെയിറ്റ് ചെയ്താലേ അതറിയാൻ പറ്റുള്ളൂ. അതൊരു ട്വിസ്റ്റാണ്. ഒരു ട്വിസ്റ്റല്ല, 2-3 ട്വിസ്റ്റുകൾ നടക്കുന്നുണ്ട് അതിനകത്ത്. അതിൽ 2-3 അത് കുറുക്കി കൊണ്ടു തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് കണ്ടുപോയി നമ്മൾ മുറുകി അവസാനത്തേക്ക് വന്ന് വലിയൊരു മുറുക്കത്തിലോട്ട് പോകുന്ന സാധനമാണ്. ആ മുറുക്കങ്ങൾ എന്താണെന്നും ആ ട്വിസ്റ്റ് എന്താണെന്നും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ സുഖം പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, സിനിമ കണ്ടാലേ മനസ്സിലാവും. ഇതേപോലെ ഈ ക്രൈം ത്രില്ലർ പാറ്റേണിലുള്ള സിനിമകൾ ഒരുപാട് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ വീണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ജനം കാണുന്നുണ്ട്. ഇപ്പൊ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങില്ലേ, ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ, ഈ ലോകത്തുള്ള മലയാളികളൊക്കെ കരഞ്ഞ സിനിമ ആകാശദൂത്. ഇപ്പൊ മോനെ തറക്കാവോ? ഇപ്പൊ തറക്കിയിട്ടുണ്ടല്ലോ, നിന്റെ കുടുംബം ഒക്കെ വിറ്റ് കളയേണ്ടി വരും, ആരും കാണില്ല. ആ മാറിയില്ലേ? ഇങ്ങനെ കരച്ചിലും വയ്യാവലും കാണാൻ ഉണ്ടോ ആരെങ്കിലും? ഇപ്പൊ പിള്ളേരുടെ റൂട്ട് മാറിയില്ലേ? അത് വെച്ചിട്ടില്ല സിനിമ പോണേ. ഇപ്പൊ കാരണന്മാരുടെ സിനിമയല്ല പോണേ. ഞാൻ കുറച്ചൊന്നും പറഞ്ഞാൽ ഇപ്പൊ മൊത്തം എങ്ങ് പിള്ളേരെ ഏറ്റെടുത്തേക്ക് ഇതെടുത്ത് പോയി എല്ലാരെങ്കിലും ഉണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു ശാലം പ്രായമുള്ള പുള്ളി കൊട്ടയെടുത്തേക്ക് അല്ലല്ല, ബാക്കി എല്ലാ കുഞ്ഞുങ്ങളല്ല പിള്ളേരും സെറ്റുകളായി ഇവിടെ കളിക്കുന്നത്. ഏത് തലമെടുക്കുന്ന സിനിമയുടെ ഈ മീഡിയയിലൊക്കെ നോക്കുന്ന മീഡിയയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താ ചാനലിനെ പറ്റി അത് മതി. നേരം ഇവിടെ കുത്തിട്ട് വൈകുന്നേരം വരെ നമുക്ക് ഒന്നും കഴിക്കാതെ നമുക്ക് കാണാം. എന്തൊരു രസം അവരുടെ പഠനങ്ങളും അവരുടെ ആ സെറ്റിങ്സും ഒക്കെ ഉണ്ട്. അത് മാറിയില്ല മൊത്തം. ഇപ്പൊ കാലത്തിനകത്ത് മാറണ്ടേ?
നമ്മളെ ഈ വാത്സല്യം പോലെയുള്ള സിനിമ, വാത്സല്യമൊക്കെ 500 ദിവസം കൊണ്ട് ഓടിയതാണ്. അതൊരു ഇന്ന് പിടിച്ചിട്ട് കാര്യമില്ല. പിള്ളേർക്ക് ത്രില്ലർ വേണം. എന്താണ് ചെവി പറഞ്ഞു കൊടുക്കുക നുണ ചോദിക്കാൻ. നമുക്കൊക്കെ മോനാ ചേട്ടാ വാപ്പ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഇതാകുമ്പോ സിനിമയിൽ വരണമെന്നും അല്ലെങ്കിൽ വാപ്പയോട് അഭിനയിക്കണമെന്ന് വല്ലതും? ഞാൻ അഭിനയിക്കണമെന്നോ? അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഇപ്പൊ അച്ഛൻ്റെ അഭിനയിച്ചു. മുന്നേ ഒരു സിനിമ ഒരൊറ്റ സീന് അതിനകത്ത് കണ്ടിട്ടൊന്നുമില്ല. എനിക്കെന്നെ പേടി കാണാൻ നമ്മളെ കണ്ടില്ല. അതായിട്ട് പിന്നെ 5 കൊല്ലത്തേക്ക് സിനിമയിലായിട്ട് പിടിച്ചില്ല. ഒറ്റ സീനുണ്ട്. അങ്ങനെയാണ് ഒറ്റ സീന് പിന്നെ നിന്നില്ല. ഇത് പിന്നെ ജാബർക്ക വിളിച്ച് വന്നിട്ട് അഭിനയിച്ച അങ്ങനെ ശരിയാണ്. അച്ഛനോട് ഇതിനു മുമ്പ് വല്ല താല്പര്യം വാപ്പയോട് ഇതേപോലെ എല്ലാവരും താല്പര്യം വല്ല താല്പര്യം പറയും വരണ്ട എന്നിട്ട് ഓടിക്കും. അങ്ങനെ അപ്പൊ ഞാൻ വിളിച്ചല്ലോ ലാസ്റ്റ് ജാബർക്ക വിളിച്ചപ്പോ അങ്ങനെ വന്ന നോക്കിയിട്ടില്ല. ജർമ്മൻ വിളിച്ചാലും പോകും, ഏത് പടം വിളിച്ചാലും പോകും. അത് പറഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിട്ട് വേണ്ടിട്ടോ ഏത് പടം ചെയ്യും. ഇനി എന്ത് പുലിമുരുകം വരെ ചെയ്യും. അതേപോലെ ഈ ജാഫർക്കയുടെ 2027 കണ്ടിട്ടുണ്ടോ? 2027 3 ചോദിച്ചത് ജാഫർക്കനോടല്ലേ? എന്നോട് ചോദിച്ചാൽ 2024 എങ്ങനെയുണ്ട്? 2027 ആയിപ്പോയത്. ഈ ചോദ്യം ശരിക്കും പോലെ അവരുടെ ചോദ്യം ആദ്യം പേര് അല്ല ആരോട് ഒപ്പനോടല്ലേ? ജാഫർക്കനോടല്ലേ? ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? 2024 നിറച്ച് പടം ഉണ്ടാവും. പടം തന്നെയായിരുന്നു. എനിക്ക് കാര്യങ്ങൾ അതിനിടയ്ക്ക് വേറൊരു കുഞ്ഞാവെ കൂടെ ഉണ്ടായി. 2ാമത് മോക്ക് എനിക്കല്ല വെച്ചാ ഞങ്ങളുടെ വയസ്സന്മാരുടെ ജീവനോധനാണ് ഇങ്ങനെ 2 കുഞ്ഞാവുണ്ട്. അപ്പൊ സംഗതി അതൊക്കെയായിരുന്നു. ആ വിശേഷത്തിൽ അല്ലാത്തൊക്കെ പങ്കുചേർന്നു. പിന്നെ സിനിമകളുണ്ടായി. ഇനിയിപ്പം ഏതാണ്ടൊരു 5-6 മാസത്തേക്ക് സിനിമയിൽ നിൽക്കുന്നു. അല്ല ചെയ്ത് തീർത്ത് വരുമ്പം വേറെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അത് മറ്റേ അല്ല 2024 ചോദിച്ചില്ല തമിഴ് അങ്ങനെ അല്ല ഈ വർഷം തമിഴൊക്കെ ഉണ്ട്. തമിഴൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വിളിക്കുന്നതിനെല്ലാം പോകുന്നു. നമ്മളെല്ലാം ചെയ്യണ്ടേ. പിന്നെ നമ്മുടെ നാട്ടിലെ നമുക്ക് വർക്ക് ഉണ്ട്. ആവശ്യത്തിന് വർക്കുണ്ടെങ്കിൽ അത് ഇട്ടെറിഞ്ഞ് നമ്മൾ അന്യ സംസ്ഥാനത്തിലേക്ക് വേറെ ഇതിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ദുരുദ്ദേശം മനസ്സിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ ശമ്പളം കുറവ്, അവിടെ ചെല്ലുമ്പോൾ വെച്ചാൽ ശമ്പളം കൂടുതൽ കിട്ടും എന്നൊക്കെ ചിന്താഗതിയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ വർക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരിനെ എല്ലാവരും കേൾക്കാം. അവിടെ തന്നെ വർത്തമാനം ഉണ്ടായിരുന്നു. ഇപ്പം ഗൾഫിൽ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു 10 എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടറോ അല്ലെങ്കിൽ നല്ലൊരു വർക്കേഴ്സൊക്കെ ആയിട്ട് അവർ ഗൾഫിലൊക്കെ പോയിട്ടാണ് രക്ഷയുള്ളൂ. അല്ലാതെ പൊതുവായിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രൈവിംഗ് പോസ്റ്റൊക്കെ കിട്ടും. അതിനൊന്നും ശമ്പളമൊന്നുമില്ല. ശമ്പളമൊക്കെ കുറവാണ്. അപ്പോൾ അവിടെ ഒരു 30,000 രൂപ ശമ്പളം മേടിക്കുന്ന ആൾ ഇവിടെ 15,000 രൂപ അടിച്ചാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ നല്ലതെന്ന് പിള്ളേരും പിള്ളേരും നല്ല രസമായിരിക്കും. ഇതിപ്പോൾ അത് വലിയ ദുരിതമാകും. ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്ന വെച്ചാൽ ജീവിക്കാൻ കുറച്ച് ചുരുളിക്ക് ശേഷം ചേട്ടന്റെ മാർക്കറ്റ് വാല്യൂ കൂടിയിട്ടുണ്ടോ? ചുരുളി അത് പറഞ്ഞു അല്ലല്ല ഞാൻ ചോദിച്ചത്. ചുരുളിക്ക് ശേഷം ചേട്ടന്റെ മാർക്കറ്റ് വാല്യൂ പൊതുവെ കൂടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഞാൻ പറയുന്നത് പറയാൻ ശരിയാണ്. നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അല്ല ഈ വർഷം തന്നെ ഒരുപാട് പടങ്ങളൊക്കെ ചെയ്തില്ലേ? അപ്പൊ മാർക്കറ്റ് വാല്യൂ കുറഞ്ഞോണ്ട് കിട്ടുമായിരുന്നോ? കൂടിയോണ്ടല്ലേ കിട്ടിയേ? സുരേഷേ വേറെ
ബിലാല് ഇങ്ങനെ അനൗൺസ്മെന്റ് ഇല്ല. ബിലാൽ ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്താൽ ഞാൻ ഈ കക്ഷികളോട് എല്ലാം പറയുകയും ചെയ്തു. ഡയറക്ടർ സാറിന് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഉണ്ണിയാർ സാറിനോട് ചോദിച്ചപ്പോൾ സാർ ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ബിലാൽ ടൂറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ബിലാൽ ടൂറുണ്ടോന്ന് അറിയില്ല. ആ പടം വന്നിട്ട് കൊറോണ സമയത്ത് വന്നിട്ട് എല്ലാം ഓണായി വന്നതാണ്. ആ സമയത്ത് നടക്കണ്ടായിരുന്നു. പിന്നെ കൂടെ മാറി ഇങ്ങനെ പോയേക്ക് വന്നാൽ വരും എന്നൊക്കെ പറയാം. നാരദൻ സിനിമ ആഷിഖ് സാറിന് നാരദൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിയാർസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ അല്ലെന്ന് കൊള്ളാമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് കുറച്ച് വ്യക്തത മുന്നിയെ പടത്തിലുണ്ട്. പട്ടുകുഞ്ഞിനെ പൂച്ചക്കുഞ്ഞിന് വെക്കലല്ല, വേറെ ചെറിയക്ക് ഒരു നക്കിനോട് പറഞ്ഞിട്ടുള്ള നടക്കുമ്പോൾ കാണും. പിന്നെ നടക്കുമ്പോൾ കാണും ഉണ്ടല്ലോ, അത് പറഞ്ഞില്ല ഫുള്ള് കേട്ടില്ല. അത് പിന്നെ ക്ലൈമാക്സ് വന്നിട്ടുള്ളൂ അല്ലേ. ബിലാലിന് വലിയ സംഭവമായിട്ട് ജാഫർഖാൻ എന്തായാലും കാണാൻ പറ്റും. അതെ, ബിലാലെന്ന് പറയുന്ന സംഭവം തന്നെ നിങ്ങൾ പറയാം. ഇത് നാളെ കഴിഞ്ഞ് ഇറങ്ങാൻ പോണ പടമല്ലല്ലോ. ഇതിന് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ 2-3 കൊല്ലം എടുക്കുമായിരിക്കും ഈ പടമൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പൊ ആ പടം തുടങ്ങുവാണെങ്കിൽ അതിനകത്തുണ്ട് വരുന്ന അറിയാലോ, വരും അത്ര ഇതാക്കി വെച്ചിരിക്കുന്നതല്ലേ. പിന്നെ വേറെ കാര്യം നോക്കണം, രാജാവ് മറ്റേ അതിനകത്ത് ഒരു രാജപദവി അലങ്കരിക്കുന്ന ഒരു കഥാപാത്രം ചെയ്താണ് മമ്മൂക്കായ. അദ്ദേഹമൊക്കെ ഏതൊക്കെ പടം കമ്മിറ്റ് ചെയ്തിട്ടാണ്, അമൽദീർ സാറ് ഏതൊക്കെ പടം കമ്മിറ്റ് ചെയ്തിട്ടാണ്. ഇതെല്ലാം ഒത്തിണങ്ങി വരണ്ടേ. അങ്ങനെ ഒരു പടം ശരിയാവുള്ളൂ. അത് ഓടിച്ചു നിന്നൊരു പടം നമ്മൾ പറയുന്നത് സാധനം മേടിക്കുമ്പോൾ മേടിക്കാൻ പറ്റും. ഒത്തിണങ്ങി വന്ന എല്ലാവരുടെയും. അതുകൊണ്ടാണ് എൻ്റെ കാലതാമസം. ഇനി ചിലപ്പോ അള്ളാതെ പിന്നെയും ബിലാലിക്കാതെ അതെനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ആട്ടല്ലേ, അതിപ്പോ ചോദിച്ചാൽ നമ്മുടെ ഈ സമയം പറഞ്ഞു. അതിപ്പോ അത് നടക്കാൻ വേണ്ടി എല്ലാവരും അന്വേഷിച്ചോളൂ. അദ്ദേഹം വേറെ പടം ചെയ്തോണ്ടിരിക്കും. ആ പടത്തിന്റെ ഒരു റേഞ്ച്, ആ പടം നിന്നത് അങ്ങനെയായിരുന്നു. ആ പടം എല്ലാവർക്കും അന്നത്തെ സമയത്ത് ആ പടം പിള്ളേരെ എല്ലാം ഉണർവിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയാണ് അല്ലേ, എല്ലാവരും മനസ്സിലില്ലേ. അതുപോലെ അത് ആ മനസ്സിലില്ലാതെ കിടക്കുമ്പോഴത്തേക്ക് അത് ഇനി അത് താന്നു പോരുന്നത്. അതിനുവേണ്ടി പണിപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും അവര്. താന്നു പോകാൻ കൊണ്ടുള്ളൂ. ആ ചോദ്യം ചോദിച്ചില്ല, അവരുടെ അന്തം ചോദിച്ചില്ല. അപ്പൊ നേരത്തെ നമ്മള് ഇന്റർവ്യൂ സമയത്ത് കാണുമ്പോൾ ഇങ്ങനെ പാട്ടുപാടി എല്ലാരെയും ഭയങ്കര കയ്യിലെടുത്ത് കണ്ടായിരുന്നു പാട്ട് പാടിയിട്ടൊക്കെ. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലുള്ള പാട്ടുകളൊക്കെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയ പാട്ടുകളൊക്കെ ആണോ? അതെ അതെ, ഇതില് വിജയേശ്വാസ് പറയുന്നത് സിത്താര കൃഷ്ണകുമാർ, പിന്നെ വൈക്കം വിജയേഷ്, 4 പാട്ടുകൾ. അതിലൊരു പാട്ട് പ്രൊമോഷൻ സോങ്ങാണ്. പിന്നെ പുതിയ ആൾക്കാരാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു സിറ്റുവേഷൻ സോങ്ങാണ്. ജാഫ്രിക്കയുടെ ഒരു ക്ലൈമാക്സിനോട് ബന്ധപ്പെട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള, അതാണ് വിജയേശ്വാസ് പാടിയിട്ടുള്ളത്. അത് വൈക്കം വിജയേഷ് തന്നെ പാടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മിഴിയുടെ ഒരു ഇന്ററാക്ഷനിൽ ഒരു കുട്ടികളുടെ ഒരു നിഷ്കളങ്കതയും ഇവരുടെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പാട്ട് അതെ മിഴി പാടിയത്. നല്ല സിംഗറാണ് മോള് പാടിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു പെപ്പി സോങ്, കുറച്ചൊരു മാപ്പിളപ്പാട്ടിന്റെ ഒരു ഫ്ലേവറുള്ള ആ ഒരു സംഭവം. ഇതൊക്കെയുള്ള പിന്നെ ഒരു പ്രൊമോഷൻ സോങ് ഉണ്ട്, ഉരുമ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ 4 സോങ് ഉണ്ട്. ഏതായാലും അത് എല്ലാം പിക്ചറൈസ് ചെയ്ത് വന്നപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. ഒരു ഓഡിയൻസിൽ അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് ഒരുപാട് പ്രതീക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. താങ്ക് യു. ജീവിതത്തിലെ ഇനി ഏതെങ്കിലും നല്ലൊരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ മനസ്സിനുള്ളിൽ? ഞാൻ മിനിമം അതെങ്കിലും വേണം പോലെ, അല്ലാതെ ചെറുതൊന്നും വേണ്ട. ആഗ്രഹിക്കാനല്ലേ പറഞ്ഞേ, വെറുതെ ചെയ്യാ അഭിനയിച്ച് പഠിക്കാൻ പഠിക്കുമ്പോ നോക്കാം. എന്താ മനസ്സിലായത് പറയും, എന്താ പറഞ്ഞു പഠിച്ചു വെച്ചോ? ഇല്ലല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചെയ്തു? ഒരു ഭാഗവും മുഴുവനും ബാക്കിയുള്ളൊക്കെ ചെറിയ ചെറിയ പോവും.
അറിയാവുന്നത് ചോദിച്ചു, എന്തെങ്കിലും ചോദിച്ചു, പൈസ മാത്രം ചോദിച്ചു, മറ്റു പൈസ ഇല്ല. കാര്യം പറയാം. ഓക്കെ, അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ. എല്ലാവരും സിനിമ ആണ് ജനുവരി 3 തിയേറ്ററിൽ എത്തുക. ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് അഞ്ചു പറഞ്ഞതിനാണ് എപ്പോഴും പറയുന്ന ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇതേ ഉള്ളൂ. ഓരോ സിനിമയും വ്യത്യസ്തമാണ്. അപ്പൊ അത് ഓരോന്നും ഓരോ ജോണറിൽ തന്നെ, അതിന്റെ ഓരോ ഫ്ലേവറിൽ തന്നെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകർ ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളെ പോലുള്ള സിനിമക്കാർ ആഗ്രഹിക്കുന്നത്. അല്ലേ? അങ്ങനെ അങ്ങനെ എല്ലാം വിജയിക്കുന്നുണ്ട്, എല്ലാം വിജയിക്കുന്നു. ഈ ചാനലൊക്കെ വരുന്നുണ്ട്, ഒരു ഈ ചാനൽ തോറ്റു പോകണം, ഈ ചാനൽ വിജയിച്ചു കൊണ്ട് നമുക്ക് പറ്റും. ഒക്കെ വിജയിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഒത്തിരി ഒന്ന് എല്ലാ സിനിമാക്കാരെയും ഒന്ന് സഹായിച്ചിരുന്നാൽ മതി. അവരെങ്ങനെയും പടം പിടിക്കും. നമ്മൾ എന്തെങ്കിലും കയറി കൊള്ളൂടാത്തതിന് നല്ലതെന്ന് നല്ലതിനെ കൊള്ളൂടാത്തതെന്ന് അറിയുമ്പോഴാണ് അങ്ങനെ ചെയ്യാനും കൊള്ളൂടാ. നമുക്ക് അങ്ങനത്തെ മേടിക്കുന്ന പൈസ ആ പൈസ ഉണ്ടായി മേടിക്കുകയും ചെയ്യും. അപ്പം നല്ലത് ചിന്തിച്ച് നല്ല പ്രവർത്തിച്ച് പോയാൽ നല്ല എന്നാൽ ഞങ്ങളെ ഒന്ന് വിജയിപ്പിച്ചാലേ അടുത്ത പടമായിട്ട് അറിഞ്ഞില്ല. സമയം ചേച്ചി അല്ല, അത്ര ഇമിറ്റേറ്റ് ചെയ്തില്ല, ഞാൻ ശ്രമിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഇല്ല ഇത് കൂടുതൽ പറയാം. എന്നോട് സുഖമാണ്. അവസാനം അവരിങ്ങനെ കയ്യിൽ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് അപ്പൊ എന്നാ സൗമ്യയുടെ ഒരു പാട്ട്. ലതാ മങ്കേഷ്കർ. എനിക്ക് ലിറിക്സ് ഒന്നും അറിയത്തില്ല, പാടും അത്രേ ഉള്ളൂ. അപ്പൊ അതെല്ലാവരും ഒരു നാടൻ പാട്ടായിക്കോട്ടെ. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാർ ചെമ്പകപ്പൂമലരേ കണ്ണൊന്നടച്ചാലോ കാണാ കണ്ണിനഴകുള്ളോളേ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണടേ ചെമ്പകപ്പൂമലരേ എന്റെ ചെമ്പകപ്പൂമലരേ. താങ്ക് യു. നിസാർക്ക പാട്ടൊന്നും പാടുന്നു, പാട്ടൊന്നും പാടുന്നു. അല്ല, വാപ്പ മലേഷ്യയായിട്ട് വേഷം കെട്ടിയാണ് പാട്ട് പാടാൻ ഒരു സിനിമയില് ആരുനിപത്രേ താപസ കന്യേ ആശിപ്പതെന്തെന്ന് ചൊല്ലു. അതോ ആശിപ്പതെന്തെന്ന് ചൊല്ലു. എന്തൊക്കെ ചോദിച്ചു ഇതന്നെ എങ്ങനെയെങ്കിലും സെറ്റാക്കാൻ